ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മതം ഹിന്ദുസ്. വാവ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന മതം മുസ്ലിംസ്. വാവ്. ലോകത്ത് നിലവിൽ ഏറ്റവും കൂടുതലുള്ള മതം ക്രിസ്ത്യാനിറ്റി. വാ. നിർത്തറ ഈ പ്രഹസനം. 3 പേർക്കുള്ള ഊക്കറിയായിട്ടുണ്ട്. മതസൗഹാർദ്ദ ഊക്ക് പാട്ട് 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് മുമ്പത്തെ റിയാക്ഷൻ കാണാണ്ട് നിങ്ങൾക്ക് ഇത് കണ്ട് ഞാനൊന്നും മനസ്സിലാകത്തില്ല. സോ ഇതിൻ്റെ സീരീസ് നമ്മളിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. സോ ലെറ്റ്സ് റിയാക്ട്. നിർത്തി പറഞ്ഞോളൂ. ഈശോ ജോൺ കാറ്റർ. 700 കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജിന് 700 കോടി പേരുകളുണ്ടായിട്ടും ഈശോ എന്നുള്ള ഒറ്റ പേര് മാത്രമേ പൃഥ്വിരാജിന് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ, പൃഥ്വിരാജെ, എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഈ 700 കോടി പേരുകളുണ്ടായിട്ടും വെറും ഒരു പേര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് മാത്രം എടുത്ത് ഈശോ എന്നുള്ള പേരെടുത്ത് ഈശോ വ്യഭിചാരം ചെയ്തു, ഈശോ അബോർഷൻ പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ. ഇയാൾക്ക് ഇത് എവിടുന്ന് വരുന്ന ഇയാള്? ഇപ്പൊ കൃഷ്ണൻകുട്ടി എന്ന് പേരുള്ള ആൾക്കാരോ മുഹമ്മദ് കുട്ടി എന്ന് പേരുള്ള ആൾക്കാരോ ഇവരൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് എത്രയോ ആൾക്കാർ കർത്താവിന്റെ പേരിൽ അല്ലേ, ജോണെന്നും ജേക്കബെന്നും തോമസ് എന്നും മാത്യു എന്നും ജോർജ് എന്നൊക്കെ പേരുള്ള എത്രയോ ആൾക്കാർ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു. അപ്പൊ അതൊന്നും ഒരു കുഴപ്പമല്ല അച്ഛോ. ഈശോ വ്യഭിചാരം ചെയ്തു, എവിടുന്ന് വരുന്നടാ ഇവനൊക്കെ? ഈശോ അബോർഷൻ പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ. ഒരു സാമാന്യ ബോധമില്ല. ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരു പേര് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കർത്താവിന് എഫക്റ്റ് ആകുന്നത്? കർത്താവിന്റെ വാല്യൂ എങ്ങനെ അച്ഛോ ഇടിഞ്ഞു? ചങ്ങളോട് പറയാടാ, നീ എന്നെ തേടി വന്നേക്കല്ലേ പറഞ്ഞേക്കടാ. ഇവരൊക്കെ ഏതാണെന്ന് പോലും അറിയാൻ പാടില്ല. ഏതാണോ ഇതൊക്കെ? ഇതുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ കുറെ അച്ഛന്മാര് തലയ്ക്കകത്തൊരു കോമൺ സെൻസ് പോലും ഇല്ലാണ്ട് എവിടുന്ന് ഇറങ്ങി വരുന്നു ഈ സത്യം ചേച്ചി. ഞാനും ഈ 11ാമത്തെ റിയാക്ഷനിൽ ഇവരെ കാണുന്നത്. നമ്മൾ RSS ആണോ? അല്ല, RSS ആവണ്ട. RSS 125 വർഷമായിട്ടുള്ളൂ. RSSന് മുമ്പുള്ളതാണ് ഏത്? ഹിന്ദു എന്ന് പറയുന്നത്. 5000-ലധികം വർഷം പഴക്കമുള്ള സംസ്കൃതിയുടെ പരമ്പരകളാണ്, അഭിമാനമുള്ള ഹിന്ദുക്കളാണ് നമ്മൾ. ആണോ അല്ലയോ? അതൊക്കെ സത്യമായിരിക്കും. പക്ഷെ ഇത്ര ഇൻസെക്യൂർ ആയിട്ടുള്ള ദൈവങ്ങളുള്ള മതത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലല്ലേ? വഴിയെ കാണിക്കാം. സാധാരണ ഞാനിത് ഹിന്ദുക്കളിലാണ് കണ്ടേക്കുന്നത്. വെയിറ്റ് I will tell you something that I am using. It's not a gambling. ഞാൻ പറഞ്ഞു വരുന്നത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ബിനോമയെ പറ്റിയാണ്. നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ വഴി കയറുന്നവർക്ക് 10 lakh ഡെമോ അക്കൗണ്ടിൽ കിട്ടുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സാണ്. പിന്നീട് നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിലേക്ക് വരാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണിക്കുക, അതിനകത്ത് നിങ്ങൾക്ക് അപ്പ് ആണോ ഡൗൺ ആണോ പോകുന്നതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 4000 നോക്കുവാണ്. എൻ്റെ ഗ്രാഫ് അപ്പ് ആവുമെന്ന് വിചാരിച്ച് ഞാനൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നോക്കാം. Yes, my prediction was correct. So it stands from 4,000 to 7,200 in just a few seconds. ഇനി വിഡ്രോ ചെയ്യാനായിട്ട് ഇത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വളരെ ഈസിയാണ്. UPI, Paytm, അതുപോലെ തന്നെ ബാങ്ക്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയി കിട്ടുന്നതാണ്. ബിനോമോ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദ പിൻ കമന്റ് ആൻഡ് ലെറ്റ് മീ നോ യുവർ എക്സ്പീരിയൻസ് ബിലോ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇവന്മാരും തുടങ്ങിയത് കേമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷനിൽ കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഒന്നും കളഞ്ഞേക്കരുത് കേട്ടോ. ശരി, അവർ നിങ്ങളെ പറ്റിക്കുമ്പോൾ ഞാൻ അവരെയും പറ്റിക്കണ്ടേ? ഏത് സത്യം അറിഞ്ഞിട്ട് പോസ്റ്റ് ഇടൂ. അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയേണ്ടി വരും. ഇത് കോൺഫിഡൻസ് ട്രെയിനിങ് എന്തോ ആണ്. എന്തോ ഹിന്ദു എന്ന് പറയുന്നത് 5000-ലധികം വർഷം പഴക്കമുള്ള സംസ്കൃതിയുടെ പരമ്പരകളാണ്, അഭിമാനമുള്ള ഹിന്ദുക്കളാണ് നമ്മൾ. ആണോ അല്ലയോ? സംസ്കൃതിയുടെ പരമ്പരയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണണ്ടേ? இப்படி ஒரு சக்தி வாய்ந்த கோயில்ல நீங்க பெங்களூர்ல இருந்து மதுரை, கோயம்புத்தூர், கேரளா வழியா போனீங்கன்னா சேலத்துல இருக்கக்கூடிய வெண்ணங்குடி முனீஸ்வரன் டெம்பிள்னு சொல்லப்படுற இந்த ஐயாவோட கோவிலுக்கு போயிட்டு நீங்க சாமி மட்டும் கும்பிட்டு போனா போதும். சீரியஸா சொல்றேன், போற வழி ஃபுல்லாவே உங்களுக்கு செம்ம பாசிட்டிவ் வைபா இருக்கும். என்ன பச்சைக்கറി കടയോ നാരങ്ങയൊക്കെ തൂക്കിട്ടേക്കുന്നത്? அதே மாதிரி மது பழக்கத்துக்கு அடிமையானவங்க எல்லாருமே മദ്യപിച്ച് കൂത്താടുന്നവന്മാരും മദ്യപാനം നിർത്താൻ വേണ്ടി ഈ ദൈവത്തിന്റെ അടുത്ത്, ഇത് ഏത് ദൈവം എന്ന് എനിക്കറിയാൻ പാടില്ല, എന്താണെങ്കിലും ഇന്ത്യയിലുള്ളതാണ്. ബ്രാൻഡുകളല്ല, അങ്ങനെ ബ്രാൻഡ് എന്താ? ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്ക്. അവന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മദ്യപാനം മാറുമെന്നാണ് അവരുടെ വിശ്വാസം. കൊള്ളാം, അടിപൊളി. എന്താണെങ്കിലും മദ്യപാനമല്ലേ മാറുന്നത്, നല്ല കാര്യം. അങ്ങനെയെങ്കിലും മദ്യപിക്കുക.
അങ്ങനെയെങ്കിലും മദ്യപിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. எல்லாரும் சுத்தியும் போட்டுக்கிறாங்க. புதுசா வாங்கின வண்டி அதுக்கப்புறம் பழைய வண்டி கூட வந்து பாத்தீங்கன்னா அந்த வேண்டதுக்கு ஏத்த மாதிரியே அவங்க ஒரு சிலையை செஞ்சு இந்த கோயில்ல வந்து வைக்கிறாங்க. இதெல்லாம் புதுசா இருக்கு. சேலம் பக்கம் போனீங்கன்னா கண்டிப்பா விசிட் பண்ணி பாருங்க. നെക്സ്റ്റ് പേഷ്യന്റ്. ഹറാമായ രീതിയിലുള്ള പാട്ടുകളും ഗാനമേളകളും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഓക്കെ, ആ പാട്ടിട്. ഈവൻ നമ്മുടെ കല്യാണങ്ങളിൽ വധൂവരന്മാരുടെ വീഡിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറമാൻമാർ വരാറുണ്ട്. സ്ത്രീകളുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. അപ്പൊ ഒരു ഫീമെയിൽ വീഡിയോഗ്രാഫിയെ കൊണ്ടുവരണം. ക്യാമറമാൻ ആരാണ് വീഡിയോഗ്രാഫി ചെയ്യേണ്ടത്? ഒരു പെണ്ണിന് പെണ്ണായാലല്ലേ ഇസ്ലാമികമാവുള്ളൂ. ഒരു കല്യാണത്തിന് വധുവിന്റെ വീഡിയോ എടുക്കാനായിട്ട് ലേഡി ഫോട്ടോഗ്രാഫർ വേണം ഇപ്പോ. അപ്പൊ ഫോട്ടോ ഹലാലാണോ എന്നൊരു ചോദ്യം വരും അല്ലേ? നേരത്തെ ഫോട്ടോഗ്രാഫി ഹറാമായിരുന്നു, ഇപ്പൊ അത് ലേഡി ഫോട്ടോഗ്രാഫർ ആക്കിയിട്ട് ടാലിയാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള കല്യാണങ്ങളിൽ എന്റെ മകളുടെ കല്യാണമാണെങ്കിൽ എന്റെ മകളുടെ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഒരു ഫീമെയിൽ വീഡിയോഗ്രാഫറെ ഞാൻ കൊണ്ടുവരും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ലേഡീസ് ഫോട്ടോഗ്രാഫറിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലേഡീസിനെ ഫോട്ടോഗ്രാഫറായിട്ട് പണിക്ക് വിടണ്ടേ? തട്ടയിട്ട് മുഖംമൂട് നടക്കുന്ന പെൺകുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ ലേഡീസ് ഫോട്ടോഗ്രാഫറായിട്ട് പണിക്ക് വിടുന്നേ? നിങ്ങളതിന് വിടാറുണ്ടോ? ഈ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ വേണമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വേറെ മതത്തിൽ നിന്ന് കൊണ്ടുവരണ്ടേ? നിങ്ങളുടെ മതത്തിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ ഫീമെയിൽ ഫോട്ടോഗ്രാഫറായിട്ട് വിടുവോ? എല്ലാം ഞാൻ ന്യായമായൊരു ചോദ്യമാണ് ചോദിച്ചത്. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഒഫൻഡഡ് ആകുന്നത്? അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുത്തം കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്താണ് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത്. ഞാൻ ഈ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവില്ല. അത് കൊണ്ടുവരുന്ന മാതാവ് ഉത്തരവാദിയാണ്. എന്താ ഇത്? പെണ്ണിന് പെണ്ണായാലല്ലേ ഇസ്ലാമികമാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മദ്രസയിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ലേഡീസ് ഉസ്താദുമാരെ കൊണ്ടുവരണം. അങ്ങനെയല്ല ഇസ്ലാമികമാവുള്ളൂ. ഇതുപോലെ ഇൻസെക്യൂരിറ്റി പിടിച്ച പുരുഷന്മാരുള്ള മതം വേറെ കാണില്ല. എന്തൊക്കെ തരം ാണ് ലോകത്ത്. സംഖ്യകൾക്ക് ഇത്രയും മൈലേജ് കൊടുത്ത വിഭാഗം വേറെ ഉണ്ടാവില്ല. എന്നിട്ട് അത് പാട്ട് പാടിക്കൊണ്ട് തന്നെ പറയുന്നു. പാട്ടുകളും ഗാനമേളകളും ഉണ്ടെങ്കിൽ അതിന് നല്ല ഈണത്തിൽ മുമ്പിത്തരം പറയുന്ന നിയന്ത്രിക്കേണ്ടത്. നീയൊക്കെ ആദ്യം പെണ്ണുങ്ങളെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഫീമെയിൽ വീഡിയോഗ്രാഫിയെ കൊണ്ടുവരണം. ആദ്യം ഫീമെയിൽ ഫോട്ടോഗ്രാഫർ നിങ്ങൾ ഉണ്ടാക്കും. അതിന് നിങ്ങൾക്ക് വേറെ മതത്തിലുള്ള ആൾക്കാരെ വേണം. പെണ്ണിന് പെണ്ണായാലല്ലേ. അങ്ങനെയാണെങ്കിൽ മദ്രസ ക്ലാസ്സിലും പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ലേഡീസ് ഉസ്താദുമാരെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണമോതിര സമ്മാനം പുറത്തു പറഞ്ഞാൽ ശപിക്കും. വിദ്യാർത്ഥിനെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് 187 വർഷം തടവ്, അതായത് ജീവപര്യന്തം. സബാഷ്. അയ്യോ, ഇവരെ മാത്രം ഊക്കിയാൽ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടാലിയാക്കാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായ യുവ പാസ്റ്റർ പിടിയിൽ. ഇവനെയൊക്കെ കർത്താവ് നേരിട്ട് കണ്ട് ഞാൻ ചാടി ചവിട്ടും. അവൻ്റെ ഒരു സന്തോഷം കണ്ടോ? എന്തോ വലിയ നേട്ടം കൈവരിച്ചവരാണ് ജീപ്പിനകത്ത് കയറി കിടക്കുന്നത്. അപ്പോൾ അത് ടാലി ആയിട്ടുണ്ട്. ഇനി നോക്കട്ടെ, കിട്ടുമ്പോൾ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതെന്നതാടാ മരുന്നടിക്കുന്നോ പച്ചക്കറിക്ക്? സാധാരണ പള്ളിയിൽ ഹോളി വാട്ടർ തളിക്കുന്നത് ഒരു മര്യാദയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്തുവാടത്? കൃഷിക്കടിക്കുന്ന പോലെയാണല്ലോ ഇത്. എന്തൊക്കെയാണല്ലേ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത്? ഞാനൊന്നും പറയണില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവഹേളിക്കുന്നു എന്ന് പറയും. നിങ്ങൾ ഈ കാണിക്കുന്നവർ കാണിക്കുന്നതിന് കുഴപ്പമില്ല. യുവന്മാരാണ് എന്നിട്ട് വളർന്നു വലുതായിട്ട് നമ്മുടെ മതത്തെ പറ്റി പറഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുന്നവന്മാർ. ഇപ്പൊ ചില ടീംസ് കമന്റ് ബോക്സ് വന്നിട്ട് പറയും ഞാൻ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, ഇവരെ മാത്രം അവഹേളിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ടീമിനെ നോക്കാം. മിക്ക മതങ്ങളിലും ഇതുണ്ട്, എല്ലാ മതങ്ങളിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്തു മതത്തിൽ ഇതിന്റെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ്. നമ്മൾ ലംഘിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ 10 കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മത നേതാക്കന്മാർ ജീവിക്കുന്നത്. ഈ 10 കൽപ്പനകളിൽ ഏറ്റവും വഷളായ 2 കൽപ്പനകളാണ് വ്യഭിചാരവും കൊലപാതകവും. എന്റെ ലാപ്ടോപ്പിൽ ഏതാണ്ട് 32 കന്യാസ്ത്രീകളുടെ കൊലപാതകങ്ങൾ കിണറ്റിൽ ജനം കണ്ടതും കെട്ടിത്തൂക്കിയിട്ടതുമായിട്ടുള്ള ഉണ്ട്. ഒരു സിസ്റ്ററാണ് ആത്മഹത്യ ചെയ്യാനും ഒന്നുമല്ല. ഈ സിസ്റ്റർ കൊല്ലപ്പെട്ടു എന്നുള്ളത് തെളിയിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫ്രം ദ വെരി ബിഗിനിങ്, ഫ്രം ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഉൾപ്പെടെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകം നടത്തുന്ന, ഈ വ്യഭിചാരം നടത്തുന്ന, ഇത്രത്തോളം സാമ്പത്തിക ചൂഷണങ്ങൾ നടത്തുന്ന വേറെ ആരും ഈ ലോകത്തിലില്ല. കാരണം ഉണ്ട്, ഇല്ലെന്ന് പറയില്ല. അവർക്കൊക്കെ കോടതിയുണ്ട്, അവർക്ക് ശിക്ഷയും കിട്ടുന്നുണ്ട്. ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നടക്കുകയും വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഇത് ഈ പറഞ്ഞ മതത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ സഭയെ നമ്മളെ ആത്മീയമായിട്ട് നയിക്കുമ്പോൾ എങ്ങനെ ഈ സഭ പരിഷ്കരിക്കപ്പെടുമെന്നാണ് പറയുന്നത്? ഇത്രത്തോളം വിഷമത്തിൽ നിന്നാണ് ഞാനിപ്പോ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. അടുത്ത ടീമിന് നോക്കാം. എനിക്കൊരുത്തരം പേടിയില്ല. സത്യം
എന്താ അല്ലേ അത്? സ്ത്രീകൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര അശുദ്ധിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അമ്പലത്തിൽ പോലും പോകാൻ പാടില്ല. ഈ ഭഗവാൻ തന്നെ ഈ സ്ത്രീക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഭഗവാൻ തന്നെ പറയണം അതൊക്കെ അശുദ്ധിയാണ്, അമ്പലത്തിലൊന്നും ആ സമയത്ത് കയറാൻ പാടില്ല. എന്തൊട്ട് ദൈവമാണ് ഇത്? ഇത്ര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ദൈവം വേറെ ഉണ്ടോ? സംസ്കൃതിയുടെ ഹൈ കേമായിരിക്കണോ? അടുത്ത വീഡിയോ നോക്കാം. എന്താ അല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ എവിടെ നിർത്തിയത്? ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. 10ാമത്തെ റിയാക്ഷനിൽ നമ്മൾ ഇവിടെയാണ് അവസാനിപ്പിച്ചത്. അത് കാണാത്ത ആരും ഇവിടെ വന്ന് ഇത് കാണണ്ട, അത് കണ്ടേച്ചും വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചതിന് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ടെന്ന് കട്ട് ചെയ്തിട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കിയത്. ആദ്യം കേട്ടവിടെ കുറച്ച് വിഷമം തോന്നിയെങ്കിലും പിന്നീട് അത് നന്നായുള്ളൂ എന്ന് തോന്നിയവരുണ്ടോ? പിന്നെ കുളിപ്പിക്കാൻ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ, ഉമ്മ തൊട്ട് കുളിപ്പിക്കുക കാര്യങ്ങൾ ചെയ്ത് അവരെന്നെ ചെയ്ത്. ഇവന്റെ ഒക്കെ കുഞ്ഞ് വളർന്നു വലുതായി ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവൻ തന്നെ യൂട്യൂബ് നോക്കി ചെയ്യും. അത് അറിയായിരുന്നു. കുളിപ്പിക്കുക കട്ട് ചെയ്യാനൊക്കെ ഒരു ജസ്റ്റ് പഠിക്കാനുള്ള കട്ട് ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു. വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം അല്ലേ? 4 വർഷം വരെ കിടന്നൂടെ? 4 വർഷം വരെ ഒരു കുട്ടി വയറ്റ് കിടക്കാം. അതുകൊണ്ട് 10 മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ ഡോക്ടറെ വിട്ടുകളാന്ന് പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ചെയ്യുമ്പോൾ വിവരമില്ലായ്മ ഒരു കാരണമാണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലായി. ഇയാൾ ഈ പറയുന്ന പോലെ തന്നെ 4 കൊല്ലം വയറ്റിൽ കിടക്കുന്ന കുട്ടി എന്നൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ വിവരമില്ലായ്മ മാത്രം പോരാ, വിവരമില്ലായ്മയുടെ കൂടെ തന്നെ അതിനേക്കാളും കൂടുതൽ ആയിട്ട് തൊലിക്കട്ടിയും കൂടി വേണം. അതായത് എന്തു മണ്ടത്തരും വിളിച്ചു പറയാന്നുള്ള തൊലിക്കട്ടി. അത് പോട്ടെ, കട്ട് ചെയ്തു. കുളിപ്പിക്കാൻ ഉണ്ടായിരുന്നു അവർ ചെയ്തത്. കുളിപ്പിക്കാനായിട്ട് അവർക്ക് മരുന്നിലോ ഡോക്ടേഴ്സിനോ ഒന്നും വിശ്വാസമില്ല, ഹോസ്പിറ്റലിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. ഹെൽത്തിന്റെ ആൾക്കാർ വന്നപ്പോൾ വാക്സിൻ എടുക്കണം, കുട്ടിക്ക് ജനിച്ച ഉടനെ വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല വാക്സിനേഷന്, കാരണം അതൊരു വിശ്വാസമില്ല. അതിനും വേറൊരു തൊലിക്കട്ടി കാണും. മാതാപിതാക്കൾ മതവാണങ്ങൾ. ആ ചോരക്കുഞ്ഞിനെ ഇവര് ആ കൊച്ചിനെ പോലും ഹോസ്പിറ്റലിലേക്ക് ചെയ്യാതെ ആ കൊച്ചിനെയും കൂടെ കൂടിയിട്ടാണ് ഇവിടെ കിലോമീറ്ററോളം സഞ്ചരി. ഇന്നലെ ഈ വീട്ടിൽ നിന്നാണ് അസ്മയുടെ പ്രസവവും തുടർന്നുണ്ടായ മരണവും ഒക്കെ സംഭവിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷം മുൻപാണ്. ഈ ഓവറോൾ ലുക്ക് കണ്ടാൽ നമുക്ക് തോന്നും ഇത്രയും മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന്. പ്രസവം കഴിഞ്ഞു വിളിച്ചു പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സംഭവം നടന്നിട്ട് അധികം നാളായിട്ടില്ല. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. നവജാത ശിശുവിനെയും കയ്യിലെടുത്ത് മണിക്കൂറുകൾ നീണ്ട യാത്ര. പെരുമ്പാവൂരിലെത്തിയത് അർദ്ധരാത്രി. അപ്പോഴാണ് അസ്മയുടെ മരണവിവരം പെരുമ്പാവൂരിലെ ബന്ധുക്കൾ അറിയുന്നത്. ജനിച്ച പാടുള്ള യാത്രയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ഒടുവിൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ചു. ആലോചിക്കുക, പണ്ട് 10-12 പിള്ളേർ ജനിക്കുമ്പോൾ ഒരു 4-5 പിള്ളേരെങ്കിലും മരിച്ചു പോകാറുണ്ട്. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു 12 കുട്ടികൾ ജനിക്കുവാണെങ്കിൽ അതിൽ ഒരെണ്ണം മരിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത്രത്തോളം ശാസ്ത്രം വളർന്നു. ആ കാര്യമൊന്നും ഇവർക്കറിയാൻ പാടില്ല. പെരുമ്പാവൂർ സ്വദേശിനി അസ്മ അന്ധവിശ്വാസത്തിന്റെയും നടുക്കുന്ന ക്രൂരതകളുടെയും ഒടുവിലത്തെ ഇര. 35 വയസ്സിനിടെ അസ്മയുടെ 5ാം പ്രസവമായിരുന്നു ഇന്നലെ. അതും ആശുപത്രിയിലല്ല, മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ. അസ്മ ആശുപത്രിയിൽ പ്രസവിക്കുന്നത് ഭർത്താവ് സിറാജുദ്ദീന് സഹിക്കില്ല. ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു. 3ാമത്തെയും 4ാമത്തെയും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അസ്മ പ്രസവവേദന വീടിനുള്ളിൽ തന്നെ കടിച്ചമർത്തി. അന്നൊന്നും അനങ്ങിയില്ല സിറാജുദ്ദീൻ. ഒടുവിൽ 5ാം പ്രസവത്തിനും വീട്ടിലെ മുറി തന്നെ ഒരുക്കി സിറാജുദ്ദീൻ. ഇവിടെയുള്ള ആരായിട്ടും ഒരു ബന്ധമില്ല. സ്വാഭാവികമായിട്ട് അവർ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വെറുതെ ഇട്ടാ നിൽക്കലെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ജനലിന്റെ ഉള്ളിൽ കൂടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കാണാനൊന്നും കഴിയില്ല. പക്ഷെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിലുണ്ട്, നിങ്ങൾ ഗർഭിണിയാണോ എന്നുള്ളതിൽ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതിൽ അവർ ഗർഭിണിയല്ല എന്നാ പറഞ്ഞത്. കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം ഈ 2025 നടക്കുന്ന സംഭവങ്ങളാണ്. ഇന്നലെ ഉച്ച മുതൽ പ്രസവ വേദന കൊണ്ട് പുളഞ്ഞ അസ്മയുടെ നിലവിളി സിറാജുദ്ദീൻ അവഗണിച്ചു. വീട്ടിൽ മറ്റു 4 കുട്ടികളും സിറാജുദ്ദീനും മാത്രമായിരുന്നു ആ സമയം. 6 മണിയോടെ 5ാമത്തെ കുഞ്ഞിന് അസ്മ ജന്മം നൽകി. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രസവ രീതിയാണ് മനുഷ്യൻ്റെത്. അപ്പൊ അത് ഈ പാമ്പും പഴുതാരെ ആനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഈ വാണങ്ങളെ നമ്മൾ എന്താ പറയണ്ടേ? രക്തം വാർന്നിട്ടും സിറാജുദ്ദീൻ അനങ്ങിയില്ല. കൊടി മുറിച്ചു മാറ്റിയ ചോരക്കുഞ്ഞിനെ അസ്മയ്ക്കൊപ്പം തന്നെ കിടത്തി. 3 മണിക്കൂറോളം വേദന തിന്ന അസ്മ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഈ സിസേറിയനെ പറ്റി ഞാൻ കേട്ടേക്കുന്ന കുറച്ച് അറിവുകൾ പറയാം. അതായത് സിസേറിയൻ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു എന്നാണ് പറയുന്നത്. പണ്ട് ഡെലിവറി വളരെയധികം എളുപ്പമാക്കാനും റിസ്കി ഡെലിവറി ഒഴിവാക്കാനൊക്കെ ആയിട്ടാണ് അത് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സിസേറിയൻ ചെയ്ത പല സ്ത്രീകൾക്കും നടുവേദന, ശാരീരിക പ്രശ്നങ്ങൾ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അത് കാരണം ഇപ്പോൾ സിസേറിയൻ വളരെയധികം കുറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട്, എക്സസൈസ്, ജിമ്മിൽ പോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആരോഗ്യം അല്ലേ സിസേറിയനൊന്നും ഇല്ലാണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കാനുള്ള ഒരു ആരോഗ്യം സ്ത്രീകൾക്ക് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നമ്മുടെ മതത്തിലുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര പ്രശ്നമൊക്കെ ആയത് കാരണം ജിമ്മിൽ പോലും വിടത്തില്ല, വീടിൻ്റെ പുറത്ത് പോലും ഇറക്കത്തില്ല. കണ്ടില്ല, സ്ത്രീകളുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. പിന്നെ അങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ കുരുപൊട്ടേണ്ട കാര്യമില്ല. ആ സമയവും വീട്ടിലുണ്ടായിരുന്നത് സിറാജുദ്ദീൻ മാത്രം. ചാനൽ തുറന്നു വെച്ചതോ നട്ടാൽ കുരുക്കാത്ത നുണകളും അന്ധവിശ്വാസങ്ങളും മന്ത്രവാദ ചികിത്സയും പ്രചരിപ്പിക്കാൻ മാത്രം. പാമ്പും പഴുതാനും ജനിക്കുന്ന പോലെ അല്ല ഒരു മനുഷ്യ സ്ത്രീ പ്രസവിക്കുന്നത്. ആനയുടെ അത്ര ഇടങ്ങേറ് പിടിച്ച പ്രസവം വേറെ ഉണ്ടോന്ന് ചോദിക്കണം. ഉണ്ട്. ആനയെക്കാളിലും ഇടങ്ങേറ് പിടിച്ച പ്രസവമാണ് മനുഷ്യന്റെ. അതായത് എവല്യൂഷൻ അറിയണം. അത് നമ്മൾ 2 കാലിൽ നടക്കാൻ തുടങ്ങി മനുഷ്യന്മാര്. അപ്പൊ നമ്മുടെ പെൽവിസ് ഒന്ന് ഒതുങ്ങി, ഇങ്ങനെ ചുരുങ്ങി സ്ഥലം. അപ്പൊ പെണ്ണുങ്ങളുടെ പെൽവിസ് ചുരുങ്ങുകയും ചെയ്തു, അതിന്റെ കൂടെ തന്നെ കുട്ടിയുടെ തല വലുതാവുകയും ചെയ്തതോടെയാണ് നമുക്ക് ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയത്. അതുകൊണ്ട് ഹ്യൂമൻ ബർത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ്, അതായത് വളരെ റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. ഒരുപാട് അമ്മമാരും കുട്ടികളൊക്കെ ഇതിനിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ ശരിക്കുള്ള ഉത്തരം കൊടുക്കുക വേണം, അല്ലാതെ വിവരമില്ല എന്ന് വിട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചിലർക്കൊക്കെ ഇപ്പോഴും വീട്ടിലെ പ്രസവം നടക്കുന്നുണ്ടാവും. പക്ഷേ ബുദ്ധിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണെന്ന് മനസ്സിലാവും. അതിന് കുറച്ച് താമസം വേണം. ശരിക്കും പറഞ്ഞാൽ ആ ഡോക്ടർ നല്ല നല്ല നൈസായിട്ട് നോക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് ഇത് ചിരിക്കാനുള്ളൊരു സാധനമല്ല. ഒരു സ്ത്രീയുടെ മരണമാണ് വളരെ ഈസി ആയിട്ട് ഇവന്മാർ മാനേജ് ചെയ്യുന്നത്. ഇപ്പോഴും അതിനുവേണ്ടി സംസാരിക്കുന്ന കുറേ സ്ത്രീകളും. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു കാര്യം. ചില ആൾക്കാർ പറയുന്നത് 2050 ആകുമ്പോഴേക്കും മതഭ്രാന്തൊക്കെ മാറുമെന്ന്. പക്ഷെ ഞാൻ പറയുന്നു ഇല്ല, ഇതന്നും ഉണ്ടാവും, ഇതെപ്പോഴും ഉണ്ടാവും. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സലാം അലൈക്കും. സലാം മറക്കടാ നായിന്റെ മോനെ, സലാം മറക്ക്. പോയി പറയടാ. ഒരുപാട് പേര് തമാശയായിട്ട് കണ്ടൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഒഫൻഡഡ് ആയിട്ടാണ് തോന്നുന്നത്. രണ്ട് മതക്കാരാണ്. അപ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അല്ലാണ്ട് ആ ഒരു വ്യക്തിനെ കണ്ടോ, ആ വ്യക്തി അത് ആദ്യം തമാശയാണെന്ന് കരുതി ചിരിച്ചു വിടുന്നുണ്ട്. പക്ഷേ വീണ്ടും അവന്മാരെ നായിൻ്റെ മുന്നേനൊക്കെ വിളിച്ചിട്ട് അവനെ ഒഫൻഡഡ് ആക്കുവാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയതുകൊണ്ട്? എന്തിനാണ് ഈ തമ്മിത്തല്ല ഉണ്ടാക്കുന്നത്? ഈ വർഗീയത ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇനിയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഈ തരംതാണ പണി നിങ്ങൾ നിർത്ത്. അടുത്ത തലമുറയെങ്കിലും ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഇനിയെങ്കിലും ഈ തരംതാണ പണി നിങ്ങൾ നിർത്ത്. ഇത് റിയാക്ട് ചെയ്യുന്നത് എന്നെ വർഗീയവാദി ആക്കി ഓൾറെഡി. അത് കോമഡിയാണ്. അത് വിട്. എന്താണ് ഇതിന്റെ നേട്ടം? ഒരു സെറ്റ് സാധനം. ഹായ്, ഹലോ, പേരെന്താ? ഷഫ്നിയോ? മുസ്ലിമാ? അമ്പലത്തിലൊക്കെ അമ്പലത്തിൽ ഇറങ്ങാലോ. ഇന്നിപ്പോ എന്താ, മുസ്ലിമിന് ഇറങ്ങിക്കൂടെ? ഇൻഷാല്ലാ. സ്ഥലം എവിടെയാ? അയ്യോ, സ്ഥലം നോക്കിയിരിക്കുകയാണോ നീയൊക്കെ? നമ്മുടെ അതിനടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പാർട്ട് 12 ഉടനെ തന്നെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ അവസാനമായിട്ട് ഒരു വീഡിയോ കൂടി കാണിക്കാം നിങ്ങളെ. നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, ഓരോ മതത്തിലുള്ള ആളുകൾക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ വെയിറ്റ് ഫോർ ദ വീഡിയോ അറ്റ് ദ എൻഡ്. ബൈ ഫോർ നൗ.